നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണമെന്ന ആവശ്യവുമായി KPSTA DD ഓഫീസ് ധർണ. ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും 14 ഇന നിർദ്ദേശവുമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അമിത വേഗവും മൊബൈൽ ഫോൺ ഉപയോഗവും തടയും. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ 250 സ്വകാര്യ ബസ്സുകൾക്ക് നിബന്ധന നിർബന്ധം. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്കെതിരെ പരാതി പ്രളയം. പല ബസ്സുകളുടെയും ടയറുകൾ നൂല് തെളിഞ്ഞ്. നാഗാലാൻഡ് രജിസ്ട്രേഷൻ ബസ്സുകളിൽ പരിശോധനയ്ക്ക് മോട്ടോർ വാഹന വകുപ്പിന് പരിമിതികൾ. വാർത്തകൾ വിശദമായി. പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന പ്രതിലോമ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കെ ഫ്രാൻസിസ് ജോർജ് MP. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക, ഉച്ചഭക്ഷണ പദ്ധതി തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA കോട്ടയത്ത് DD ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അശാസ്ത്രീയ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, NBS പിൻവലിക്കുക, ഉച്ചഭക്ഷണ പദ്ധതി തുക വർദ്ധിപ്പിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് DD ഓഫീസ് മാർച്ചും ധർണയും നടത്തി. പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന പ്രതിലോമ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത കെ ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. അധ്യാപക വിദ്യാർത്ഥി ദ്രോഹ നടപടികളും വഞ്ചനയും വിദ്യാഭ്യാസ വകുപ്പ് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ പണമില്ല, അതെല്ലാം സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിനെ പറഞ്ഞ് തെറ്റുപറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. ഇതിന് മാറ്റമുണ്ടായേ പറ്റൂ. അധ്യാപകർക്ക് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും, അവരുടെ DA ഉൾപ്പെടെ ശമ്പള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടെ ഈ കാര്യത്തിലൊക്കെ കാലോചിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ഒരു നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ജില്ലാ പ്രസിഡന്റ് R. രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി വർഗീസ് ആന്റണി വിഷയാവതരണം നടത്തി. ജില്ലാ സെക്രട്ടറി മനോജ് V. പോൾ, ട്രഷറർ ടോമി ജേക്കബ്, സംസ്ഥാന നേതാക്കളായ ബിനു ജോയ്, MC സ്കറിയ, P. പ്രദീപ്, പ്രദീപ് കുമാർ V, ജേക്കബ് ചെറിയാൻ, ജോസഫ് ND, ബിനു സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖല കലുഷിതമാക്കാനുള്ള സർക്കാർ നീക്കങ്ങളെ ശക്തിയോടെ ചെറുക്കാനുള്ള നിയമ പോരാട്ടവും അധ്യാപകരുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുന്ന സർക്കാർ നീക്കങ്ങൾക്ക് തടയിടാനുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ SS, KDD, DEO ഉദ്യോഗസ്ഥ നടപടികളിൽ KPSTA പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. യാത്രക്കാർക്ക് ഇഷ്ടപ്പെടും വിധം സ്വകാര്യ ബസ് സർവീസിനെ ആക്കുക എന്ന ലക്ഷ്യത്തോടെ 14 ഇന നിർദ്ദേശവുമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ 250 ബസ്സുകളാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പരിധിയിലുള്ളത്. മത്സരയോട്ടം ഒഴിവാക്കുക, വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, യാത്രക്കാരോട് മാന്യമായി പെരുമാറുക, ബസ്സുകൾ തമ്മിൽ സമയത്തെ ചൊല്ലിയുള്ള തർക്കം ഒഴിവാക്കുക തുടങ്ങി 14 നിർദ്ദേശങ്ങളുമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പരിധിയിൽ വരുന്ന 250 ബസ് ഉടമകൾക്കും 1000-ഓളം ജീവനക്കാർക്കുമായാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. കോവിഡിന് ശേഷം പ്രൈവറ്റ് ബസ്സുകൾ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണെന്നും യാത്രക്കാർ ബസ്സുകളെ ഉപേക്ഷിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയുമാണ് നിർദ്ദേശങ്ങൾക്ക് പിന്നിലെന്ന് അസോസിയേഷൻ പറയുന്നു. സ്വന്തം യാത്രക്കാരുടെ സുരക്ഷ ഓരോ ബസ് ജീവനക്കാരും കണക്കിലെടുക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, എരുമേലി, മുണ്ടക്കയം സ്റ്റാൻഡുകളിലാണ് പാലിക്കേണ്ട പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി 14 നിർദ്ദേശങ്ങളടങ്ങിയ നോട്ടീസ് നൽകിയിട്ടുള്ളത്. കൂടാതെ ജീവനക്കാർ നിർബന്ധമായും യൂണിഫോം ധരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. RC ബുക്ക്, ലൈസൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങി ആവശ്യമായ എല്ലാ രേഖകളും ജീവനക്കാർ സൂക്ഷിക്കണമെന്നും പൊതുനിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അമിത വേഗം, മൊട്ടയായ ടയറുകൾ, അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്കെതിരെ പരാതികളുടെ പ്രളയം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസ്സുകളായതിനാൽ പരിശോധിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്കും പരിമിതികളുണ്ട്. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾക്കെതിരെ പരാതികൾ പെരുകുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നതും മറ്റ് ജില്ലകളിലെത്തി കടന്നു പോകുന്നതുമായ ബസ്സുകൾക്കെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പാലാ തൊടുപുഴ റോഡിൽ കുറിഞ്ഞിക്ക് സമീപം ഇത്തരം ഒരു ബസ് മറിയ കൂടി ചെയ്തതോടെ പരാതികൾ വർദ്ധിക്കുകയാണ്. ബംഗളൂരു, ചെന്നൈ, മംഗലാപുരം, മണിപ്പാൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഇത്തരം സർവീസുകളിൽ ഏറെയും. IT കമ്പനി ജീവനക്കാരും വിദ്യാർത്ഥികളുമാണ് യാത്രക്കാരിൽ ഏറെയും. കുറിഞ്ഞി അപകടത്തിലെ ബസിന്റെ ഒരു ടയർ തേഞ്ഞ്
നൂൽ തെളിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഉള്ളിൽ ആഡംബരം നിറച്ച് ഓടുന്ന ഇത്തരം ബസ്സുകളിൽ പലതിന്റെയും അവസ്ഥ ഇതാണെന്ന് യാത്രക്കാർ പറയുന്നു. ഈ റൂട്ടുകളിൽ ഓടുന്ന ചില AC ആഡംബര ബസ്സുകളിൽ തണുപ്പിനെ പ്രതിരോധിക്കാൻ കമ്പിളി ഉൾപ്പെടെ നൽകാറുണ്ടെങ്കിലും മുഷിഞ്ഞതായിരിക്കുമെന്ന പരാതിയും യാത്രക്കാർക്കുണ്ട്. തോന്നിയ സ്ഥലങ്ങളിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നഗരമധ്യത്തിൽ വരെ ഏറെ നേരം ഇവ നിർത്തിയിടുന്നതും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു. ഇത്തരം ബസ്സുകളുടെ അമിത വേഗവും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. സ്ലീപ്പർ ബസ്സുകൾക്ക് ഉയരമേറുന്നതിനാൽ അപകട സാധ്യതയും ഏറെയാണ്. എന്നാൽ രാത്രിയിലാണ് സർവീസ് എന്നതിന്റെ പേരിൽ അമിത വേഗമെടുക്കുന്നത് അപകടത്തിലാണ് കലാശിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ബസ്സുകളിൽ പരിശോധിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് പരിമിതിയുണ്ട്. നാഗാലാൻഡ് രജിസ്ട്രേഷനാണ് ഏറെയും. നാഗാലാൻഡിൽ പോകാതെ കൃത്രിമമായി സംഘടിപ്പിക്കുന്നതാണ് ഈ രജിസ്ട്രേഷൻ എന്ന പരാതിയും വ്യാപകമാണ്. അതേസമയം അന്തർ സംസ്ഥാന ബസ്സുകളുടെ തുടർച്ചയായ അപകടങ്ങൾക്കും നിയമലംഘനങ്ങൾക്കും പിന്നാലെ ശക്തമായ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തി. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകളിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 5 അധ്യാപികമാരെ സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ കോട്ടയം RDD ഓഫീസിന് മുന്നിൽ HSSTA പ്രതിഷേധ സമരം നടത്തി. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 5 അധ്യാപികമാരെ അന്യായമായി സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ HSSTA കോട്ടയം ജില്ലാ കമ്മിറ്റി രംഗത്ത്. വനിതാ അധ്യാപകരെ കൂട്ടമായി സ്ഥലം മാറ്റി രാഷ്ട്രീയമായ താൽപര്യങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്നതിനാണ് ശ്രമം നടക്കുന്നതെന്ന് HSSTA ആരോപിക്കുന്നു. ഹയർ സെക്കൻഡറി അധ്യാപക സമൂഹത്തെയാകെ അവഹേളിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ കോട്ടയം RDD ഓഫീസിന് മുന്നിൽ അധ്യാപകർ ധർണ നടത്തി. ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 5 അധ്യാപികമാരെ തികച്ചും അകാരണമായി യാതൊരുവിധ നിയമപ്രകാരമുള്ള അന്വേഷണവും നടത്താതെ അവർ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ചങ്ങനാശ്ശേരിയുടെ അല്ലെങ്കിൽ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരെ വളരെ ദൂരേക്ക് കണ്ണൂരേക്കും അതുപോലെ തന്നെ വയനാട്ടിലേക്കും സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കടുത്ത ശിക്ഷണ നടപടി എടുക്കുന്നത് പോലുള്ള ഒരു നടപടിയായിപ്പോയി. എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. HSSTA ജില്ലാ പ്രസിഡന്റ് തോമസ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് CG സെബാസ്റ്റ്യൻ, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജ്, വിൽസൺ CL, ഡോക്ടർ ബിനോയ് സ്കറിയ, സിനോജ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മിഥുന മാസത്തിലെ ആനി ഉത്സവത്തിന് കൊടിയേറി. കോട്ടയം നഗരത്തിന്റെ ദേശീയ ഉത്സവമാണ് ആനി ഉത്സവം. കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മിഥുന മാസത്തിലെ ആനി ഉത്സവത്തിന് കൊടിയേറി. താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിയുള്ള ആനി ഉത്സവത്തിന്റെ കൊടിയേറ്റ് കാണാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. കണ്ഠരര് മഹേഷ് മോഹനര് കൊടിയേറ്റ് കർമ്മം നടത്തി. ശനിയാഴ്ച രാവിലെ മഹാദേവനും വടക്കുന്നാഥനും വിശേഷാൽ കളഭാഭിഷേകവും നിവേദ്യവും നടന്നു. ജൂലൈ 3 വൈകുന്നേരം ആലിൻ ചുവട്ടിൽ പള്ളിവേട്ട നടക്കും. 5 രാവിലെ 10 മണിക്ക് തിരുനക്കര ക്ഷേത്രക്കുളത്തിലാണ് ഭഗവാന്റെ ആറാട്ട്. തേവരുടെ മാനസപുത്രൻ ശിവൻ ആറാട്ടിന് ഭഗവാന്റെ തിടമ്പേറ്റും. ഉത്സവ ദിവസങ്ങളിൽ കൊടിമര ചുവട്ടിൽ ഭക്തർക്ക് പറ വഴിപാട് നടത്താനുള്ള അവസരവും ഉണ്ടായിരിക്കും. 5-ാം തീയതി രാത്രി 11 മണിക്ക് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിൽ മുഴുവൻ മുസ്ലിങ്ങൾക്കും സംവരണം എന്നത് അനീതിയാണെന്ന് ഹിന്ദു ഐക്യവേദി. സംസ്ഥാനത്ത് തുടർന്നുവരുന്ന അതിരുവിട്ട സംവരണ തട്ടിപ്പിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ഹിന്ദു സംഘടനാ നേതാക്കളെ അവഹേളിക്കുന്ന മത നേതാക്കളുടെ നിലപാടിനെതിരെ ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ മുഴുവൻ മുസ്ലിങ്ങൾക്കും സംവരണം എന്നത് അനീതിയാണെന്ന് ഹിന്ദു ഐക്യവേദി. സംസ്ഥാനത്ത് സാമ്പത്തിക, സാമൂഹ്യ, വിദ്യാഭ്യാസ രംഗത്തും വ്യാപാര, തൊഴിൽ രംഗത്തും ഭൂമി ലഭ്യതയുടെ കാര്യത്തിലും പിന്നോക്കമല്ലാത്ത മുസ്ലിം സമൂഹത്തിലെ മുന്നോക്കക്കാരെയും ഉൾപ്പെടുത്തി യാതൊരു മാനദണ്ഡവുമില്ലാതെ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുകയാണെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നു. മതസംവരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് സംസ്ഥാന വക്താവ് ES ബിജു പറഞ്ഞു.
മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ OBC സംവരണവും വന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ OBC സംവരണം പിന്നോക്ക ജാതി സമൂഹങ്ങൾക്കാണ്. അവിടെ പിന്നോക്കാവസ്ഥയുടെ പേര് പറഞ്ഞ് ജനസംഖ്യാനുപാതികമായ കണക്കെല്ലാം പറഞ്ഞ് കേരളത്തിൽ OBC സമൂഹത്തിനുള്ള 27% ഇസ്ലാം സമൂഹത്തിന് 12%, ക്രൈസ്തവ സമൂഹത്തിന് 6%, ലത്തീൻ കത്തോലിക്ക, പരിവർത്തിത ക്രിസ്ത്യാനികൾ, അതുപോലെ തന്നെ നാടാർ ക്രിസ്ത്യൻ, അങ്ങനെ എല്ലാ 6% നൽകി. ജാതിക്കുള്ള സംവരണം മതങ്ങൾ കവർന്നെടുക്കുകയാണ്. സംസ്ഥാനത്ത് തുടർന്നു വരുന്ന അതിരുവിട്ട പ്രീണനത്തിനും സംവരണ തട്ടിപ്പിനുമെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ഹിന്ദു സംഘടനാ നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന മതനേതാക്കളുടെ നിലപാടിനെതിരെ ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രക്ഷോഭം നടത്തും. ജൂലൈ 3 പാളയം രക്തസാക്ഷി മണ്ഡപത്തിലും 5 എറണാകുളം ടൗൺഹാളിലുമാണ് ഹിന്ദു ഐക്യദാർഢ്യ സമ്മേളനം. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ PS പ്രസാദ്, പ്രൊഫസർ B ഹരിലാൽ, മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ പ്രവർത്തകർ പ്രതിഷേധ യോഗം നടത്തി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും അറസ്റ്റ് ചെയ്തതിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധിച്ചു. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന പ്രതിഷേധ യോഗം AAP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെലിൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. വിചാരണ കോടതി വെറുതെ വിട്ടിട്ടും കെജ്രിവാളിനെ മോദി ഗവൺമെന്റ് വേട്ടയാടുകയാണെന്ന് അവർ ആരോപിച്ചു. ഇത് വ്യക്തിയുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും സെലിൻ പറഞ്ഞു. വിചാരണ കോടതി വെറുതെ വിട്ടിട്ടും CBIയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് യാതൊരുവിധ തെളിവും ഇന്നുവരെ ഇഡിക്ക് നിരത്താൻ സാധിക്കാതെ വിചാരണ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടും വീണ്ടും കേന്ദ്ര ഏജൻസികളെ കൊണ്ട് CBIയെ കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ അറസ്റ്റിൽ വെച്ചിരിക്കുന്നത് തീർച്ചയായും BJPയുടെ മോദിജിയുടെ ധാർഷ്ട്യമാണ്, രാഷ്ട്രീയമായ പകപോക്കലാണ്. ഇതിനെതിരായിട്ട് മനുഷ്യർക്ക് നീതി ലഭിക്കാൻ വ്യക്തി സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെ ഭരണഘടനാപരമായ അവകാശമാണ്. കേജ്രിവാളിനും ആ അവകാശമുണ്ട്. ജില്ലാ പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം അധ്യക്ഷത വഹിച്ചു. AAP നിയോജക മണ്ഡലം പ്രസിഡന്റ് തുളസീദാസ്, അഭിലാഷ് കുര്യൻ, പ്രിൻസ് മാമൂട്ടിൽ, ജോസഫ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിഷേധ യോഗത്തിന് ശേഷം പ്രവർത്തകർ നഗരത്തിൽ മാർച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. MG സർവകലാശാലയുടെ കീഴിലുള്ള ഡിഗ്രി കോഴ്സുകളിലേക്ക് ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും നിലവിൽ അഡ്മിഷൻ എടുത്തവർക്കും പുതുതായി ഓപ്ഷൻ കൊടുക്കുന്നതിനുള്ള സൗകര്യം ജൂലൈ 1 മുതൽ 3 വരെ IHRD കോളേജിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് 048282 206480 7510789142. വാഴൂർ SVR NSS കോളേജിൽ ഫിസിക്സ് താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. കോട്ടയം കോളേജ് വിദ്യാഭ്യാസ ഉപമേധാവിയുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ജൂലൈ 1 principal@svmcollege.com എന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷയും ബയോഡേറ്റയും അയക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP. അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണമെന്ന ആവശ്യവുമായി KPSTA-യുടെ DD ഓഫീസ് ധർണ. ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും 14 ഇന നിർദ്ദേശവുമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അമിത വേഗവും മൊബൈൽ ഫോൺ ഉപയോഗവും തടയും. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ 250 സ്വകാര്യ ബസ്സുകൾക്ക് നിബന്ധന നിർബന്ധം. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്കെതിരെ പരാതി പ്രളയം. പല ബസ്സുകളുടെയും ടയറുകൾ നൂല് തെളിഞ്ഞ്. നാഗാലാൻഡ് രജിസ്ട്രേഷൻ ബസ്സുകളിൽ പരിശോധനയ്ക്ക് മോട്ടോർ വാഹന വകുപ്പിന് പരിമിതികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.